ഹലോ മക്കൾസ്, ഇന്ത്യൻ എക്കോണമിയുടെ സെക്കൻഡ് ചാപ്റ്റർ, ഇന്ത്യൻ എക്കോണമി 1950 to 1990, ആ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഏതാണെന്ന് അറിയാലോ, ഞാൻ പറയാണ്ട് തന്നെ അറിയാം. ഇതാണ് ആ സാധനം, ഗോൾസ് ഓഫ് 5-year പ്ലാൻസ്. 4 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിക്കോ. ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി. ഇക്വിറ്റിയുടെ വന്നിട്ടുണ്ട്. ഈ 4 പോയിന്റ്സും ഓരോന്ന് നോക്കിക്കോളണം. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് മക്കളെ? ഗ്രോത്ത് എന്താ മെയിൻ ആയിട്ട് അറിയേണ്ടത്? ഗ്രോത്ത് മീൻസ് ദാറ്റ് ദ കൺട്രി ഈസ് ഏബിൾ ടു പ്രൊഡ്യൂസ് മോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാൻ വാട്ട് ഇറ്റ്സ് പ്രൊഡ്യൂസ്ഡ് പ്രീവിയസ്ലി. കഴിഞ്ഞ വർഷത്തേക്കാൾ അപേക്ഷിച്ച് ഈ വർഷം എത്രത്തോളം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതാണ് ഗ്രോത്ത് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ മോഡേണൈസേഷൻ എന്തായിരിക്കും? പുതിയ ടെക്നോളജീസ് യൂസ് ചെയ്യുക, അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജീസ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ മൂന്നാമത്തെ ആണെന്നുണ്ടെങ്കിലോ ഏതാ? സെൽഫ് റിലയൻസ് ആണ്. സെൽഫ് റിലയൻസ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, സെൽഫ് റിലയൻസ്, സ്വന്തം കാലം നിൽക്കുക. നേരത്തെ മറ്റ് കൺട്രീസുമായിട്ട് ഡിപ്പെൻഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഡിപ്പെൻഡൻസ് ഒക്കെ മാറ്റുക, സ്വന്തമായിട്ട് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് സെൽഫ് റിലയൻസ് എന്നുണ്ടെങ്കിൽ. നമ്മുടെ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല. ഇക്വിറ്റി ആദ്യം പറഞ്ഞിരിക്കുന്ന 3 ഗോൾസും അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഈക്വലായിട്ട്, ഇക്വിറ്റബിൾ ആയിട്ട് ഓരോ കാര്യങ്ങളും എത്തിക്കുക. ഇതാണ് നമ്മുടെ 4 ഗോൾസ് ആയിട്ട് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചോ കേട്ടോ. ഓക്കെ.